ക്രിസ്മസിന് ഇത്തവണയും ബെവ്കോയിൽ റെക്കോർഡ് മദ്യവിൽപ്പന 3 ദിവസം കൊണ്ട് ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത് 154 കോടി 77 ലക്ഷം രൂപയുടെ മദ്യമാണ്. ഇന്നലെ മാത്രം 70 കോടി 73 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. ഡിസംബർ 24 വരെയുള്ള കണക്കാണിത്. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഏത് രീതിയിലുള്ള വർധനമുണ്ടായിരിക്കുന്നു കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ? അപർണ, മദ്യവിൽപ്പനയിൽ റെക്കോർഡ് നേട്ടമാണ് ബെവ്കോ ഈ ക്രിസ്മസിനും നേടിയത്. ക്രിസ്മസ് തലേന്ന് 70.73 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷം ഇത് 69.55 കോടിയായിരുന്നു. വിൽപ്പനയിൽ വർധനയുണ്ടായെങ്കിലും ഈ സമീപകാലത്ത് 2 തവണയായി മദ്യത്തിന് നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കാര്യമായ ഒരു വർധനയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം വിൽപ്പന കുറയുകയും തുക കൂടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം നടന്ന അത്രയും വിൽപ്പന നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ തുകയുടെ കാര്യത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. 5 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, 5 ഷോപ്പുകളിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ഒന്നാമതായി എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്നിരിക്കുന്നത് 63,85,290 രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റുപോയത്. 2ാം സ്ഥാനത്ത് ചങ്ങനാശ്ശേരിയാണ് 62,87,120 കോടി രൂപയുടെ 62,87,120 രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റുപോയത്. ഇരിഞ്ഞാലക്കുട 3ാം സ്ഥാനത്ത് 62,31,140 രൂപയാണ്. പവർ ഹൗസ് ആണ്. തിരുവനന്തപുരത്തെ പവർ ഹൗസിൽ 60 ലക്ഷം രൂപ. അതോടൊപ്പം തന്നെ നോർത്ത് പറവൂരിൽ 52 ലക്ഷം രൂപ. ഈ നിലയിലാണ് ആദ്യത്തെ 5 സ്ഥാനങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ദിവസം കൊണ്ട് ബെവ്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റത് 154.77 കോടി രൂപയുടെ മദ്യമാണ്. ഈ ക്രിസ്മസ് തലേന്ന് ആദ്യം സൂചിപ്പിച്ചതുപോലെ 70.73 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം അത് 69.55 കോടിയുടേതായിരുന്നു. ഈ വർഷം 22, 23 തീയതികളിൽ 84.04 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ഉണ്ടായത്. അതേസമയം കഴിഞ്ഞ വർഷം 22, 23 തീയതികളിലായി 75.41 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. അതിലും ഇത്തവണ വർധനയുണ്ട്. വലിയ വർധന. എല്ലാ ദിവസങ്ങൾ കണക്കാക്കുമ്പോഴും ആകെ വിൽപ്പനയിലും ബെവ്കോയുടെ വരുമാനത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 തവണയായി നികുതി കൂട്ടിയിരുന്നു. ആ നികുതി വർധനയ്ക്ക് ശേഷവും വലിയ മാറ്റം വർധനയിൽ ഉണ്ടായിട്ടില്ല. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വിൽപ്പന ആ രീതിയിൽ നടന്നോ എന്ന കാര്യത്തിൽ സംശയം. വി വിനോദ് വിവരങ്ങൾ നൽകി.